മറ്റെല്ലാ സ്റ്റേറ്റുകളും പോലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഒരു പൊരിഞ്ഞ പോരാട്ടമാണ്, കനത്ത യുദ്ധമാണ് നടക്കുന്നത്. ആ യുദ്ധം നടക്കുന്നതിൻ്റെ ചില എക്സാമ്പിൾസൊക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. ചില സ്കീമുകളിലൂടെയുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി ഉയർത്താം എന്നുള്ളതാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ മമതാ ബാനർജി 2021 മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 500 രൂപയാണ്. ഇപ്പോൾ അത് 1500-ഉം 1700-ഉം ആക്കി കൊടുക്കുന്നുണ്ട്. 1500 ജനറൽ കാറ്റഗറിയും 1700 ഈ പറയുന്ന SC/ST കാറ്റഗറിക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3000 രൂപയുടെ സ്കീം കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവർ ഫോമൊക്കെ ഫില്ല് ചെയ്ത് മേടിക്കുകയായിരുന്നു. ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ മമതാ ബാനർജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഫോമൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കല്ലേ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള കാശ് പോലും നഷ്ടപ്പെടും, കാരണം അതുപോലും ഇവരടിച്ചു മാറ്റും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ പോരാട്ടമാണ്, ഈ പറഞ്ഞ പോലെ വലിയ യുദ്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചുരുക്കം. ഇതുകൂടാതെ BJP പോലെ ഏത് അറ്റം വരെയും പോയി ജയിക്കാനുള്ള പല തന്ത്രങ്ങളും പറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ തൃണമൂൽ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു MLA പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അവിടെ ബാബറി മസ്ജിദിൻ്റെ റെപ്ലിക്ക അവിടെ പണിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മുന്നേറ്റം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടി അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയുമായിട്ട് കൂടിച്ചേരുകയൊക്കെ ചെയ്തു, AIMIM ആയിട്ട്. അപ്പോൾ അങ്ങനെ ചേർന്നുകൊണ്ട് ഒരു മുസ്ലിം വോട്ട് ബാങ്കുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. അതുകൂടാതെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പരീക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബാബറി മസ്ജിദ് പണിയാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഹിന്ദു വോട്ട് ബാങ്കുകളൊക്കെ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് BJPക്ക് പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവർ സകല കയ്യിലുള്ള മുഴുവൻ ആയുധവും എടുത്ത് പോരാടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ നേരത്തെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുന്നവർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരം കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതിനിടയിൽ ഞാൻ ഈ ചാനലിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിൽ നമ്മളൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അതിൽ വളരെ ചെറിയ തുകകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. പ്രത്യേകമായിട്ടുള്ള ബെനിഫിറ്റുകളൊന്നും നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ചില വീഡിയോകൾ ചിലപ്പോൾ നേരത്തെ കാണാൻ കഴിയുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വലിയ ബെനിഫിറ്റുകളൊന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ലെവൽ 1 എന്ന് പറയുന്നത് 179 രൂപയാണ്, ലെവൽ 2 എന്ന് പറയുന്നത് 359 രൂപയാണ്. പിന്നെ കൂടിയ എമൗണ്ടുകളൊക്കെ മറ്റ് ലെവലുകളിലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തന്നെ സൈഡിൽ ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിരവധി ആളുകൾ അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷം. വളരെ സത്യസന്ധമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകളായിരിക്കും നിങ്ങൾക്ക് തരിക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ. നമുക്ക് ഈ മാറ്ററിലേക്ക് തിരിച്ചു വരാം. എൻ്റെ സ്പെക്സിൻ്റെ ഗ്ലാസ് ഒന്ന് സൈഡിൽ പൊട്ടിയിട്ടുണ്ട്, പക്ഷേ തൽക്കാലം ഒരു 4 ദിവസം കഴിഞ്ഞ് പുതിയത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര നേരത്തേക്ക് ഇത് ഉപയോഗിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ വലിയ തോതിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മമതാ ബാനർജിയെ പിടിച്ചു കെട്ടാനായിട്ട് സകല പഠിച്ച പണി 18 പയറ്റിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും BJPയും ഒക്കെ തന്നെ. അതിൽ നേരത്തെ പറഞ്ഞ അംഗങ്ങളൊക്കെ ചെയ്യുന്നത് കൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വലിയ അവരുടെ നേതാക്കന്മാർക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ കൃത്യം അന്വേഷണം നടക്കുകയും ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. അതിലേറ്റവും ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയിട്ടുള്ള 2 നേതാക്കന്മാരെന്ന് പറയുന്നത് ഒന്ന് ദേബാശിഷ് കുമാറാണ്. നിരവധി നേതാക്കന്മാർ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ളത് ദേബാശിഷ് കുമാറാണ്. അദ്ദേഹം അവിടെ ഒരു സീനിയർ ലീഡറാണ് തൃണമൂൽ കോൺഗ്രസിൽ. അദ്ദേഹം റാഷ് ബെഹാരി എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, കൊൽക്കത്തയിലുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് അദ്ദേഹം സൗത്ത് കൊൽക്കത്തയിലുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് അദ്ദേഹം കാൻഡിഡേറ്റായി മത്സരിക്കുകയാണ്. ആ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റെസിഡൻസുകളും കൂടാതെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ബിൽഡിങ്ങുകളും കൂടാതെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളടക്കം റെയ്ഡ് ചെയ്തോടെ, പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടെ ഒരു ലാൻഡ് ഗ്രാബിംഗ് കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസൊന്നും ഇല്ലാത്തതാണെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയില്ലേടാ, കേസൊക്കെ ഉള്ളതായിരിക്കാം, അഴിമതിയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഇത് BJPയിൽ ചേർന്നാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്കെല്ലാം അറിയാമല്ലോ. ഇപ്പോൾ അജിത് പവാർ തന്നെ BJP ചേർന്നു. ഇവർ ആദ്യം 30,000 കോടി രൂപയും പിന്നീട് 70,000 കോടി രൂപയുടെയൊക്കെ ആരോപണം ഉന്നയിച്ചതാണ്. പക്ഷേ BJPയിലേക്ക് ചേർന്നപ്പോൾ പിന്നെ ആരോപണമൊക്കെ ഇല്ലാതായി, ക്ലീനായി. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകമായ ആളുകളെ വെളുപ്പിച്ചെടുക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നുള്ളതാണ് BJPക്കെതിരെ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നിരവധി ആളുകളുടെ ലിസ്റ്റുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല.
പക്ഷേ ഈ കുമാറിനെതിരെ ഇത്തരത്തിലുള്ളൊരു വലിയ തോതിലുള്ള ഇൻസ്പെക്ഷൻ അവർ നടത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലാൻഡ് ഗ്രാബിംഗ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമൊന്നുമല്ല നടന്നിട്ടുള്ളത്. പക്ഷെ പറയുന്നൊരു കാര്യം, ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് എടുത്തുകൊണ്ട് പോയത്. അതിൽ ബൂത്തിൽ നിയമിക്കുന്ന ഏജന്റുമാരുടെ ലിസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആരോപണം ഉന്നയിക്കുന്നത്. കൂടാതെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഈ സൗത്ത് കൊൽക്കത്തയിലുള്ള ഈ പറയുന്ന റാഷ് ബെഹാരി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ BJPയുടെ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സപൻ ദാസ് ഗുപ്തയാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് BJP പരിശോധിക്കുന്നത്. ഇനി അടുത്തൊരു ആളെന്ന് പറയുന്നത് TMCയുടെ ലീഡർ എന്ന് പറയുന്നത് കുമാർ സാഹ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ റെസിഡൻസിലും അതുപോലെ തന്നെ മറ്റ് ഓഫീസുകളിലും അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ലോക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഓഫീസുകളിലൊക്കെ തന്നെ റെയ്ഡ് നടത്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കൂടാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് 17ഓളം പ്രൊവിൻസസുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 17 പ്രവിശ്യകളിൽ PMLA ആക്ട് പ്രകാരമുള്ള റെയ്ഡുകൾ നടത്തുകയും അവരുടെ സോണൽ ഓഫീസ് തന്നെ റെയ്ഡ് നടത്തുകയും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സ്കാമുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് വെറും 30.9 ലക്ഷം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ ചെറിയ എമൗണ്ടാണ് കേട്ടോ ബംഗാളിനെയൊക്കെ സംബന്ധിച്ചോളം. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, കാരണം അവിടുത്തെ ഒരു മന്ത്രിയും മന്ത്രിയുടെ ഒരു കൂട്ടുകാരിയായിട്ടുള്ള സീരിയൽ നടിയുടെയും വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്, പാർത്ഥിബ് ചാറ്റർജിയുടെ ഒക്കെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 21 കോടി രൂപയാണ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പണം ഇങ്ങനെ എറിഞ്ഞിട്ടേക്കായിരുന്നു ഒരു മൂലയിൽ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം കിട്ടിയത് 47% കിട്ടിയത്. 12,000 കോടി രൂപ പിരിഞ്ഞു കിട്ടിയപ്പോൾ 47% കിട്ടിയത് BJPക്കാണ്. അതിൻ്റെ തൊട്ട് താഴെ കിട്ടിയത് കോൺഗ്രസിനാണ്. കോൺഗ്രസും മമതാ ബാനർജിയുടെ TMCയുമായിട്ട് വലിയ വ്യത്യാസമില്ല. രണ്ടുപേർക്കും 1000-ലധികം കോടിയാണ് കിട്ടിയത് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. TMCക്ക് ഒരൊറ്റ സ്റ്റേറ്റിൽ മാത്രം അധികാരമുള്ളൂ, എന്നിട്ടാണ് ഇത്ര വലിയ എമൗണ്ട് പിരിച്ചെടുത്തത് എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ, അതായത് IT ഡിപ്പാർട്ട്മെൻറ്റ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, കൂടാതെ CBI, ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളെ വേട്ടയാടുന്നത് എന്നുള്ളതാണ് മമതാ ബാനർജി പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ളൊരു പ്രധാനമന്ത്രിമാരെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല. ആദ്യം ബംഗാളിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരും, അതിനുശേഷം ഞങ്ങൾ ഡൽഹിയിൽ വന്ന് നിങ്ങളെ കൂടി മറിച്ചിടും, നിങ്ങളുടെ പോലെ നിങ്ങളെ കൂടി ഞങ്ങൾ അവിടെ ഭരണത്തിൽ നിന്നും മാറ്റും എന്നുള്ളതാണ് മമതാ ബാനർജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് വലിയ വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം അവിടെ കൊടുമ്പിരിക്കൊണ്ടത്. ആ പ്രചരണം എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി ഉണ്ട്, പൊളിറ്റിക്കൽ കൺസൾട്ടൻസി ഫേം ഉണ്ട്. അതിൻ്റെ പേര് IPAC എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫേമാണ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ നേരത്തെ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് അസോസിയേറ്റ് ചെയ്തിരുന്ന ആളുകളാണ്. അവരുടെ കുറേ ആളുകൾ 10-15ഓളം പേർ നേരത്തെ കേരളത്തിലുമൊക്കെ ജോലി ചെയ്യാനുണ്ടായിരുന്നു. അത് ഇവിടെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എൻ്റെ ആളായി നമ്മുടെ പ്രിയപ്പെട്ട PV അൻവർ വന്നപ്പോൾ PV അൻവറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 10-15ഓളം വരുന്ന IPACൻ്റെ ഏജൻസി ഇവിടെ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ മെമ്പർഷിപ്പും അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ വളരെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നിരീക്ഷിച്ചിട്ടുള്ള ആളുകളും അതിൻ്റെ ഹെഡും ഒക്കെ തന്നെ എന്നെ കാണാൻ വന്നിരുന്നു നിരവധി തവണ. കൂടാതെ എൻ്റെ കയ്യിൽ നിന്ന് ചില ഇൻഫർമേഷൻസ് ഒക്കെ അവരെടുക്കുകയും അതുപോലെ തന്നെ പല ഇൻഫർമേഷൻസിന് വേണ്ടി വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അതിനുശേഷം നിലമ്പൂർ ഇലക്ഷൻ വരെ അവരിവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരെയും തന്നെ നേരെ വെസ്റ്റ് ബംഗാളിലേക്ക് വിളിച്ചിരുന്നു. ഏതാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ ആ സമയത്ത് തന്നെ തീരുമാനമാക്കിയിരുന്നു. അതിനുശേഷം വെസ്റ്റ് ബംഗാളിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് ഇതുപോലെ തന്നെ IPAC ആണ് നേരിട്ടത്. 1600-ലധികം പേർ അവിടെ കൃത്യമായി 1.5 കൊല്ലത്തോളം ഈ പറയുന്ന മമതാ ബാനർജിക്ക് TMCക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നു. കൂടാതെ അവിടെ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ്, അദ്ദേഹം 1.5 കൊല്ലത്തോളം അവിടെ താമസിച്ചുകൊണ്ടാണ് അവിടെ ആ യുദ്ധത്തിന് ചുക്കാൻ പിടിച്ചതെന്ന് നിങ്ങൾ അറിയണം. കൂടാതെ അദ്ദേഹം ആഴ്ചയിൽ 2 ദിവസം വീതം DMKക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലും വരുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ DMKയെയും വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയും വിജയിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരികെ ഈ പരിപാടി നിർത്തി അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കി ബീഹാറിൽ പോയത്. പക്ഷേ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പ്രൊഫഷണലി വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളായിരുന്നു. അന്ന് അമിത്ഷായെ അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു, 100 സീറ്റിൽ കൂടുതൽ BJP നേടിയാൽ ഞാൻ എൻ്റെ പണി നിർത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ 100 സീറ്റ് നേടിയില്ല, 77 സീറ്റാണ് കഴിഞ്ഞ തവണ BJPക്ക് അവിടെ കിട്ടിയത്. ഇത്തവണ
നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആയുധങ്ങളും എടുത്തു വെച്ച് പോരാടുകയാണ്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ ഐപാക്ക് എന്ന് പറയുന്ന ഏജൻസി അവരുടെ ആളുകളൊക്കെ തന്നെ 20 ദിവസത്തേക്ക് അവരുടെ സ്റ്റാഫിനെല്ലാം തന്നെ ലീവ് കൊടുത്തിരിക്കുകയാണെന്നും അവരിപ്പോൾ അവിടെ ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് 3-4 ദിവസം മുന്നേ വർക്ക് ചെയ്യുന്നത് നിർത്തി എന്നുമൊക്കെയുള്ള ഒരു നരേറ്റീവ് അവിടുത്തെ മാധ്യമങ്ങൾ വഴി പടച്ചുവിട്ടിരുന്നു. പക്ഷേ അതിനെതിരെ മമതാ ബാനർജി തന്നെ രംഗത്തെത്തി. മമതാ ബാനർജി പറഞ്ഞേക്കുന്നത് ഇത്തരം നരേറ്റീവ്സ് എല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴേക്കിടയിലുള്ള ഗ്രൗണ്ടിലുള്ള മൂഡ് മാറ്റാനാണ്, അതൊന്നും നടക്കില്ല, അവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾക്ക് 50 ഏജൻസികൾ ഉണ്ടാകും, ഞങ്ങൾക്ക് ആകെ ഒരൊറ്റ ഏജൻസിയേ ഉള്ളൂ, ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവരിൽ ഒരാളുടെ ജോലി പോലും നഷ്ടപ്പെടില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും, അവർക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങൾ ജോലി കൊടുക്കുമെന്നാണ്. കൂടാതെ മമതാ ബാനർജി പറഞ്ഞേക്കുന്നത് നിങ്ങൾ അവരെ ഒരു കമ്പനി എന്നുള്ള നിലക്ക് വർക്ക് ചെയ്യാൻ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും അതുപോലെ IT ഒക്കെ ഉപയോഗിച്ച് അവരെ വർക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണെങ്കിൽ അവരെല്ലാവരെയും ഞങ്ങൾ പാർട്ടിയിലേക്ക് എടുക്കുമെന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ഞങ്ങൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു 2021 ഇവരാണ്, 2024 ഇവരെ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. 2024 വലിയ നേട്ടമുണ്ടാക്കാൻ മമതാ ബാനർജി കഴിഞ്ഞിരുന്നു. അതിന് തൊട്ട് മുമ്പ് 22 MP ഉണ്ടായിരുന്നത് 7 MP വർദ്ധിപ്പിച്ചുകൊണ്ട് 29 MP കൂടി മമതാ ബാനർജിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോഴും യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജാനുവരി 8 2026 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പറയുന്ന പ്രതീക് ജെയിൻ എന്ന് പറയുന്ന ഐപാക്കിൻ്റെ ഫൗണ്ടർ ഡയറക്ടറുണ്ട്. ആ പ്രതീക് ജെയിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഐപാക്കിൻ്റെ ഓഫീസുകളിലുമൊക്കെ തന്നെ റെയ്ഡ് നടത്തിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ റെയ്ഡ് നടത്തി അത് ഒരു കോൾ സ്മഗ്ലിംഗ് സ്കാമുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ കൽക്കരിയുടെ ഈ പറഞ്ഞ പോലെ സ്മഗ്ലിംഗ് സ്കാമുമായിട്ട് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു പദ്ധതിയുടെ സ്കാമുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള റെയ്ഡ് നടത്തിയത്. അപ്പോൾ അതിൽ അന്ന് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, അന്ന് വളരെ അസാധാരണമായ വിധം ഒരു ആരോപണം നമ്മൾ കേട്ടത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ തടയുകയും അവർ ഈ ഐപാക്കിൻ്റെ ഓഫീസിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ പോയിട്ടുള്ള ഫയലുകളെല്ലാം തന്നെ മമതാ ബാനർജി പോലീസുമായിട്ട് ചെന്ന് ബലമായി പിടിച്ച് മമതാ ബാനർജിയുടെ വണ്ടിയിലിട്ട് അവർ നേരെ കൊണ്ടുപോയി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആകെ എന്ത് ചെയ്തു പോയി, പ്ലിങ്ങായിപ്പോയി എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറയും. കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർക്ക് പോലും തടയാൻ പറ്റില്ല. ഫിസിക്കലി തന്നെ അവരെ നേരിട്ടുകൊണ്ടാണ് മമതാ ബാനർജി അത്തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ മമതാ ബാനർജി കാണിച്ചപ്പോഴാണ് ഇങ്ങനെയുമൊക്കെ എന്ത് ചെയ്യാം, ഫൈറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായത്. അവരെ എടുത്തുകൊണ്ടുപോയി. ഇതിനെതിരെ യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പറയുന്ന കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. മമതാ ബാനർജി ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞു. പക്ഷേ കേസ് പെൻഡിങ്ങിലാണ്. പക്ഷേ ഇനി ബാക്കി കോടതിയിൽ എന്താണ് ഉത്തരവ് വരുന്നത് എന്നുള്ളത് കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊണ്ടുപോകാൻ ശ്രമിച്ച ഫയലുകളെല്ലാം തന്നെ ഇവരുടെ തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് മമതാ ബാനർജി എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്ന പോലെ കോൾ സ്മഗ്ലിംഗ് സ്കാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമല്ല എന്നുള്ളതാണ് മമതാ ബാനർജി പറഞ്ഞിട്ടുള്ളത്. നേരെ എതിരായിട്ടുള്ള ഒരു ആരോപണമാണ് മമതാ ബാനർജിയെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് നിരവധി കാര്യങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 13 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിനേഷ് ചന്ദൽ എന്ന് പറയുന്ന ഒരാളെ. അദ്ദേഹം ഈ ഐപാക്ക് എന്ന് പറയുന്ന ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കൺസൾട്ടിങ് ഏജൻസിയായ അവരാണ് ബംഗാളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഡയറക്ടറും കോഫൗണ്ടറുമാണ്. അദ്ദേഹത്തെ ഒരു മണി ലോണ്ടറിങ് കേസ്, PMLA കേസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ PMLA ആക്ട് പെട്ടെന്ന് ഭരണകൂടത്തിന് ദുരുപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജാമ്യം കിട്ടില്ല. കാരണം അവർക്ക് ഇത് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും അറസ്റ്റ് ചെയ്യപ്പെടുന്ന അയാൾ തെളിയിക്കണം ഞാൻ നിരപരാധിയാണെന്നൊക്കെ, അതൊക്കെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ കാലം ജാമ്യം കൊടുക്കാതെ വേണമെങ്കിൽ അകത്തിടാൻ കഴിയുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ഒരു ആരോപിക്കപ്പെടുന്നത് ഒരു കോൾ സ്കാമുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ തന്നെയുള്ള ഒരു കോൾ സ്കാമുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി സ്റ്റേറ്റുകളിൽ, നിരവധി ജില്ലകളിൽ ഒക്കെ തന്നെ, സിറ്റികളിലൊക്കെ തന്നെ ഈ കോൾ സ്കാമുമായി ബന്ധപ്പെട്ട് വലിയ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ പറയുന്ന മമതാ ബാനർജിയുടെ കൂടെയുള്ളവർ അഴിമതിക്കാരല്ല എന്നുള്ളതൊന്നും നമ്മൾ പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞാൽ മമതാ ബാനർജി പോലും ചിരിച്ചു പോകും. അത്തരത്തിൽ ഇവർ അഴിമതിക്കാരാണ്, ഇവർ വലിയ തോതിൽ സ്കാമിലൊക്കെ പെട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്കറിയാം, ഇപ്പോൾ അജിത് പവാറൊക്കെ തന്നെ 30,000 കോടി രൂപ അഴിമതി നടത്തിയെന്ന് BJP തന്നെ ആരോപിച്ചിരുന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 70,000 കോടി രൂപയുടെ ആരോപണം ഉയർന്നിരുന്നതാണ്, BJP തന്നെ ഉയർത്തിയതാണ്. പക്ഷെ നമുക്കറിയാം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയിലേക്ക് അവർ ചേർന്നതോടുകൂടി അതൊന്നും ഇല്ലാതായി. കാരണം പ്രത്യേകമായി കോൺഗ്രസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രത്യേകമായ വാഷിംഗ് മെഷീനിലിട്ട് അവരെ കാലക്ക് വെളുപ്പിച്ചെടുത്തു. ഇതുപോലെയുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ നിന്നുപോയി എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മനാണെങ്കിലും ഇങ്ങനെ നൂറുകണക്കിന് ആളുകളുടെ പേരിലാണെങ്കിലും BJP തന്നെ
ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ബി ജെ പിയുടെ ഒപ്പം ചേരുമ്പോൾ ഇല്ലാതായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് പോലും മമതാ ബാനർജിയുടെ കൂടെ ഉണ്ടായിരുന്ന നേതാവാണ്. അപ്പോൾ അത് സുവേന്ദു അധികാരിയാണ്. അദ്ദേഹത്തിനെതിരെ പോലും ഇത്തരത്തിൽ പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അതെല്ലാം ഇല്ലാതായി. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ബയസ്ഡ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ ഇവരാരും വളരെ മിസ്റ്റർ ക്ലീൻ ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതൊന്നും മമതാ ബാനർജിയുടെ ഒപ്പം നിൽക്കുന്നവരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മമതാ ബാനർജിയുടെ ഒപ്പം നിന്നിട്ടുള്ള 14ഓളം മന്ത്രിമാരെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി, നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി രാജിവെക്കേണ്ടി വന്നതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. പച്ചയായി പണം കൈകൊണ്ട് പേടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വലിയ അത്ഭുതമില്ല. പക്ഷെ അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കുന്നതൊക്കെ തെരഞ്ഞെടുപ്പായിരിക്കാം, പക്ഷെ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത് ഒരു തികഞ്ഞ യുദ്ധമാണ്. കയ്യിലുള്ള എല്ലാ ആയുധവും വെച്ചുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ പക്ഷേ മമതാ ബാനർജി എന്ന് പറയുന്ന ഒരാളെ ഈ പറഞ്ഞ പോലെ അടിച്ചിടുക അത്രമാത്രം എളുപ്പമല്ല. കാരണം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ളതാണ് മമതാ ബാനർജിയുടെയും പോളിസി. എന്ത് വില കൊടുത്തും ജയിക്കുക എന്നുള്ളതാണ് അവരുടെയും പോളിസി. അതുകൊണ്ട് തന്നെ മോദിക്കെത്ത ഒരു ഒത്ത എതിരാളിയാണ് മമതാ ബാനർജി. ഐപാക്കിനെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റേതെങ്കിലും കാൻഡിഡേറ്റ്സിനെയോ ഒക്കെ വീടുകൾ സെർച്ച് ചെയ്തുകൊണ്ട് മാത്രം അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തൽക്കാലം ഞാൻ വിചാരിക്കുന്നില്ല. ബി ജെ പി കുറച്ചും കൂടി പഴയതിനേക്കാൾ കുറച്ചും കൂടി നേട്ടമുണ്ടാക്കിയെങ്കിലും